നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെ എടുക്കുന്നത്? എനിക്ക് ഒന്നും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് വായിച്ചറിയത് എന്റെ ലൈഫില് ഒരു പ്രണയം ഞാൻ സിനിമയുടെ പേര് പറയും, അപ്പൊ ഒരാൾ ഇവിടെ വന്നിരുന്നിട്ട് തന്നെ മടിയിലോ ഇവിടെ ഇരുന്നാ പ്രശ്നമില്ലല്ലോ അല്ലേ? ഇത് എന്താ ദൈവം ഓക്കെ, ആ രണ്ടെണ്ണം കാണിച്ചാൽ മതി. ചക്കരയുടെ ഇപ്പൊ നമ്മളിപ്പോ ഇന്റർവ്യൂസിലൊക്കെ കണ്ടു പ്രണയം പിടിച്ചതും എതിർത്തതും, അതെന്താ ഒരു കലിപ്പൻ നിക്കാക്കായിരുന്നോ? ഇവര് തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് നമ്മളോട് പറയുമ്പോ ഇവര് പറയാം എല്ലാം തീരുമാനിച്ചിട്ട് ആദ്യം കെട്ടിച്ചെടുക്കട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ലേ? തീരുമാനം ഭയങ്കരമായിട്ട് ഓള് പ്രഷർ ചെയ്തായിരുന്നു, ഭയങ്കര ബ്രെയിൻ വാഷ് ചെയ്തിട്ട് വീട്ടിലിരുന്നിട്ട് ഞാൻ അങ്ങനെ ആക്കും, ഞാൻ ഇനി കെട്ടൂല. അതെ, ഇപ്പോഴത്തെ കമന്റ് അതാണ്, ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് കമന്റ് അതെന്താ പറഞ്ഞോട്ടെ. പഠിച്ചോന്നല്ലേ അറിയാം. ഞാൻ പിന്നെ പിറ്റേ ദിവസം ഒരു വീഡിയോ ഇട്ടാ ചർച്ച വന്നപ്പോ ഇവര് ഫുള്ള് ഉമ്മോക്കലെന്നെ. വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത്. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വലിയ തരികളാൽ സമ്പുഷ്ടമായത്, ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വെയിറ്റ് ലോസിന് ഒരു കാരണം. വേറെ ആദ്യം വന്നപ്പോ തന്നെ ചോദിച്ചൊരു സംശയമായിരുന്നു, തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? തമിഴ്നാട്ടിലാരോ? പുള്ളിക്കാരന് തമിഴ്നാട്ടിലേക്ക് കല്യാണം കഴിച്ചത്. തമിഴ്നാട്ടിലേക്ക് കല്യാണം കഴിച്ചു പോയി. തമിഴ്നാട്ടിലേക്ക് കല്യാണം കഴിച്ചു പോയി. നല്ല സുഖമാണ് ഉൾക്കോടെ, കുഴപ്പമൊന്നുമില്ല. 2 മക്കളായി. റൂമിലുണ്ട്. വീടില്ല, വാടകക്കാണ്. അവിടെ പിന്നെ അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാരും അങ്ങനെ ഉള്ളോര് വാടക കൊടുത്തിട്ട് അവരങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഇല്ല അല്ലേ? ഞാനും സോഫി തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസം? 1 വയസ്സ് വ്യത്യാസമല്ല. ഒരു ഇവളെ പ്രസവിച്ചിട്ട് 9 മാസം 10 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അത് പ്രസവിച്ചത്. അങ്ങനെയല്ല, അങ്ങനെയല്ല, ഇവൾക്ക് 1 വയസ്സാകുന്നതിന്റെ മുന്നേ അത് പ്രസവിച്ചു. ഓക്കെ, അങ്ങനെ മാസത്തിന്റെ ഡിഫറൻറ്റ് ആണ്. അതായത് 1 വർഷത്തില് 2 പ്രസവം നടത്തി, അങ്ങനെയല്ലേ വരിക? അങ്ങനെയോ? അങ്ങനെ പറ്റുമോ? ഡിസംബറില് അടുത്ത ഡിസംബർ ആയപ്പോത്തിന് വരും. ഓക്കെ, ഡിസംബർ 23 ഒരു കൊല്ലം തികഞ്ഞില്ല. അടുത്ത കൊല്ലം ഡിസംബർ 31 മുന്നേ 31 18 നമ്മുടെ സർട്ടിഫിക്കറ്റിലൊക്കെ ഡേറ്റ് വേറെ ഇരിക്കും. ജനിച്ച ഡേറ്റ് ഇവിടുന്നാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റിൽ വരുന്നത്. സർട്ടിഫിക്കറ്റിലൊക്കെ ഡേറ്റ് വേറെ. അപ്പൊ നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഏത് ഡേറ്റിലാണ്? അതേ ഡേറ്റിന് സുഖല്ലേ? ചക്കരയാണ് ഏറ്റവും ചെറുത്. ചക്കരയുടെ എത്ര വയസ്സ് വ്യത്യാസമുണ്ട്? 7 കുറവാ. എനിക്ക് തോന്നുന്നു ചക്കരയുടെ ഇപ്പൊ നമ്മളിപ്പോ ഇന്റർവ്യൂസിലൊക്കെ കണ്ടു പ്രണയം പിടിച്ചതും എതിർത്തതും, അതെന്താ ഒരു കലിപ്പൻ നിക്കാക്കായിരുന്നോ? അല്ല, കലിപ്പൻ നിക്കാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ചക്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവിടെ എടുത്ത് എവിടെയെങ്കിലൊക്കെ പോവാനുള്ള ഒരു ഇതായിരുന്നു. എനിക്കായാലും ഉമ്മക്കായാലും ആർക്കായാലും. പക്ഷെ ഓളത് തെരഞ്ഞു പിടിച്ചത് കൊല്ലത്താണ്. പിന്നെ എന്താ ഇവരൊക്കെ പാടെ തീരുമാനിച്ചതാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്ത്, ഓരോ കുട്ടിയെങ്കിലും എടുത്ത് വേണമെന്നുള്ളത്. ഓൾറെഡി ഇപ്പൊ ഓള് തമിഴ്നാട്, ഞാൻ കോഴിക്കോട്, മറ്റോള് കൊല്ലം. ഈ അടുപ്പിന് 3 കല്ല് വെച്ച് എങ്ങനെ ഉണ്ടാവും? അങ്ങനെയല്ല, ഇത്രയും പ്രായമാകുമ്പോ പിന്നെ അങ്ങോട്ട് പോയി വരല്. ഇപ്പൊ അവൾക്ക് തന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ചിട്ടാണ് ഉമ്മക്ക് എന്താണ് ആ ഒരു ഓളെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇനിയിപ്പോ ഞാൻ പറയാണ്, എനിക്ക് ഇനിയിപ്പോ ഇവിടെ ഡെലിവറി ടൈം പോവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ നിൽക്കാനോ ഒന്നും ആളുണ്ടാവൂല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ പിന്നെ ഇവര് രണ്ടാളും തീരുമാനിച്ചതാണ്. ഇവര് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിയുന്നത്. ഇവര് തീരുമാനിച്ചിട്ടുണ്ടോ ആദ്യം അങ്ങോട്ട് കെട്ടിക്കാന്ന്. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് ആ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു, എന്നോട് പറയാത്തൊരു ദേഷ്യം. ഇവര് തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് നമ്മളോട് പറയുമ്പോ ഇവര് പറയാം എല്ലാം തീരുമാനിച്ചിട്ട് ആദ്യം കെട്ടിച്ചെടുക്കട്ടോ എന്ന് പറയുമ്പോ നമുക്ക് ദേഷ്യം വരില്ലേ? എന്നോട് പറയാതെ ഇവരെല്ലാം തീരുമാനിച്ച് എനിക്ക് ഓൾറെഡി കൊല്ലം എന്ന് പറയുമ്പോ അത്രയും ദൂരം എന്നൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇവര് തീരുമാനിച്ച് ഉമ്മാനെ ഭയങ്കരമായിട്ട് ഓള് പ്രഷർ ചെയ്തായിരുന്നു.
ഭയങ്കര ബ്രെയിൻ വാഷ് ചെയ്തിട്ട് വീട്ടിലിരുന്നിട്ട് ഞാൻ അങ്ങനെ ആക്കും, ഞാൻ ഇനി കെട്ടൂല, ഞാനിവിടെ ഏത് മാതാപിതാക്കൾക്കും അവനാൻ്റെ മക്കൾ കെട്ടിച്ചു വിടണം, കണ്ണടവിന് മുന്നേ കെട്ടിച്ചു വിടണം എന്നാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്താക്കും, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യും. ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കത് കേൾക്കാതിരിക്കാൻ പറ്റൂല. അപ്പോൾ ഓൾ ഉമ്മാനെ ഭയങ്കര ബ്രെയിൻ വാഷ് ചെയ്തായിരുന്നു. ഞാൻ അങ്ങനെ ആക്കും, ഞാൻ ഇങ്ങനെ ആക്കും, ഞാൻ മറ്റേതാക്കും. അങ്ങനെ ഉമ്മ ആ ബ്രെയിൻ വാഷിൽ ഉമ്മ വീണു. ഉമ്മ പിന്നെ ഉമ്മയുടെ ദൂരം ഒന്നും ഉമ്മ നോക്കിയിട്ടില്ല. ഓൾ എങ്ങനെയാലും പോയിക്കോട്ടെ എന്നുള്ളതായി ഉമ്മ. ഓളാണ് മൊത്തം ബ്രോക്കർ ഉണ്ടായിരുന്നത്. സപ്പോർട്ട് മൊത്തം ഓളാണ്, മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുവിധം കലങ്ങി തെളിഞ്ഞ് ഞാൻ കുറച്ച് പ്രഷറൊക്കെ ആയി, ഞാൻ കുറച്ച് മുണ്ടാതെയൊക്കെ നടന്നു, ഫോണൊക്കെ എറിഞ്ഞു പൊട്ടിച്ചു. അങ്ങനെയൊക്കെ കുറച്ച് ആ ആങ്ങളമാരുണ്ടാവുമല്ലോ, ആ ദേഷ്യം എനിക്കുണ്ടായി. പിന്നെ അവന്റെ സ്വഭാവവും അവന്റെ വീട്ടുകാരുടെ സ്വഭാവം ഒക്കെ കണ്ടപ്പോൾ ഓക്കെ ആയി. ഇപ്പൊ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകും. ഓക്കെ. ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന വേറൊരു കമന്റ് ആണ്, ഉമ്മയും സോനും തമ്മില് അതെ, ഇപ്പോഴത്തെ കമന്റ് അതാണ്. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് കമന്റ് അതെന്താ പറഞ്ഞോട്ടെ, പഠിച്ചോന്നല്ലേ അറിയുള്ളൂ. എന്താ വെച്ചാല് ഒരാൾ ഓരോടത്ത് നിൽക്കായിരിക്കും, മറ്റൊരാൾ മറ്റോടത്ത് നിൽക്കായിരിക്കും. ഓരോ സൈഡിൽ നിന്ന് നമ്മൾ വീഡിയോ കുറിച്ച് വരുന്നത്, അപ്പൊ അവർക്ക് അതിന് ഡിഫറെന്റ് എന്തെങ്കിലും തോന്നുന്നു. അല്ല, അത് അതിനുള്ള കറക്റ്റ് ഉത്തരം ഇവിടെ പറഞ്ഞോളാം. പക്ഷെ പുള്ളിക്കാരി സൈലന്റ് ആണ് പൊതുവെ അല്ലേ? പൊതുവെ സൈലന്റ് ആണ്, ക്യാമറക്ക് മുന്നില്. അല്ല, ഇവള് എന്റെ അടുത്ത് എന്താ ഈ പറഞ്ഞാലോ, നമ്മള് ഭർത്താവിന്റെ വീട്ടിലാവുമ്പോ മരുമക്കൾക്ക് ഒരു ബഹുമാനം ഉണ്ടാവും. മക്കളെ മാരെ ആവണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതിപ്പോ കല്യാണം കഴിഞ്ഞാ എന്ത് നിന്നേക്കാൾ ഏജ് ഉണ്ട് എന്ന് പറഞ്ഞേ, അപ്പൊ എന്താ കെട്ടാന് മരുവാളെ അത് ഇവള് കറക്റ്റ് ആയിട്ട് പറയും. അതന്നെ ഈയല്ലേ പറഞ്ഞു, ബഹുമാനം എനിക്കുള്ളതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഉണ്ടാവില്ലേ ഭർത്താവിന്റെ വീട്ടിലാവുമ്പോ? ഇപ്പൊ ഇവിടെ ചക്കര എങ്ങനെ ഷോൾ അവിടെ അങ്ങനെയല്ല, ഭയങ്കര അവിടെ ഇപ്പൊ ചക്കര ഭാബിനെ വിളിച്ച് പറഞ്ഞെടുത്തേക്കാണ്, ഭാബിയെ ആയി വരുന്നേ ഉള്ളൂ. കാരണം പുതിയ ഫാമിലി, പുതിയ കാര്യം. അവര് കുറ്റം പറയല്ല, അവര് നല്ല ഫാമിലിയാണ്. പക്ഷെ നമ്മള് ഒരു പെൺകുട്ടി, ഇനിയിപ്പോ ഞാൻ ഇവളെ വീട്ടിൽ പോകുമ്പോ ഞാൻ ആ കസാലയില് പരമാവധി മെച്ചൂടാവാൻ നോക്കണം. പരമാവധി എന്തായാലും ഇങ്ങനെ ഇരിക്കും. അതായത് ഇവിടെ ആണെന്നെങ്കിൽ ട്രൗസർ പള്ളി തോന്നുന്നത് അവിടെ നടക്കും. അവിടെ പറ്റില്ലല്ലോ. അവിടെ ആകുമ്പോ ആൾക്ക് ഭയങ്കര ഒരു ടഫ് സംഭവമാണ് അത്, അല്ലേ? മറ്റു കാര്യം അനുഭവിച്ചോട് പറയാം. അതങ്ങനെയാണ്. അതന്നെ. അപ്പൊ ഇവള് വന്നിപ്പോ ഒരു വർഷം, അല്ല ഇവിടെ അധികം നമ്മള് കുറ്റം പറയാൻ പറ്റില്ല. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷം, 1 വർഷം 4 മാസം ആണെങ്കിൽ 4 മാസം ഇവിടെ ഉള്ളൂ, ബാക്കി 1 വർഷം അവിടെ ആയിരുന്നു. അത് ഇവിടെ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഡെലിവറി അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം അവിടെ തന്നെ ആയിരുന്നു. അത് അപ്പൊ അതൊന്നും സമയം, അതായത് ആ ഡെലിവറി ഉണ്ടായിരുന്നു. ഫസ്റ്റ് 3 മാസം റെസ്റ്റ് ഉണ്ടായിരുന്നു. ആ 3 മാസം റെസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും ഹോസ്പിറ്റൽ കേസായി. ഇവിടെ ആരുമില്ല. അപ്പൊ ഇവിടെ കൊടുന്നിട്ട് ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെ ഒക്കെ ആകുമ്പോ അവിടെ തന്നെ നിർത്തി. അങ്ങനെ കുറച്ച് മാസങ്ങളോളം ഓളെ വീട്ടിൽ നിന്നു. പിന്നെ 1 വർഷം എന്നൊക്കെ പറയുമ്പോ ഒക്കെ റെഡിയായി വരണല്ലോ, ഒക്കെ റെഡിയാവും. പക്ഷെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ആളുകളുടെ കണ്ണിൽ കാണുമ്പോൾ ഉമ്മ മുണ്ടണില്ല. പക്ഷെ ഈ മുണ്ടില്ല എന്ന് പറയുമ്പോൾ നമ്മള് അങ്ങനെയല്ല, നമ്മളൊരു കമന്റ് ഇട്ടു എന്ന് വിചാരിച്ചോ. ആ കമന്റ് വന്നു കഴിഞ്ഞ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളും കൂടി ആ കമന്റ് കാണുകയാണ്, ഇവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ അവര് ആ വീഡിയോ ഒന്നും പാടെ നോക്കുമ്പോ ഇവര് മുണ്ടാതെക്കണ വീഡിയോ, അതാണ് പ്രശ്നം വരുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ കുറെ ചർച്ചകൾ. ഞാൻ പിന്നെ പിറ്റേ ദിവസം ഒരു വീഡിയോ ഇട്ടാ ചർച്ച വന്നപ്പോ ഇവര് ഫുള്ള് ഉമ്മോക്കലെന്നെ ചർച്ച വരും. അതെനിക്ക് യൂട്യൂബിന്റെ ഒരു ഇതാണ്. പക്ഷെ നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം. ആരും കുറ്റം പറയാൻ, അവരവരുടെ സ്വാതന്ത്ര്യമാണല്ലോ കമന്റ് ഇടുന്നതും എന്തിടണം അവരവരുടെ സ്വാതന്ത്ര്യമാണ്. നമുക്കത് ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ. ഇപ്പം ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇപ്പൊ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസില് എന്തിനാ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്തുകൂടെ എന്നൊക്കെ അങ്ങനെയുള്ള നേരിട്ടോ കമന്റ്സിലില്ല. ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്നവരെ ആരും ഒന്നും കൊടുത്തരാം. അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ഇപ്പൊ ഉമ്മയുടെ ഫാമിലിയൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞപ്പോ ഈ വീടൊക്കെ അവരുടെ ഒരു ഇതിൽ വന്നതാണ്. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് മെച്ചപ്പെട്ടു എന്ന് തോന്നിയത് യൂട്യൂബ് വന്നുകൊണ്ട്. ഇവരുടെ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കലും, ഹോസ്പിറ്റൽ കേസാണെങ്കിലും എൻ്റെ മാരേജ് ആണെങ്കിലും പുതിയൊരു വീടാണെങ്കിലും നമുക്ക് എന്തെങ്കിലും പൈസ ഉള്ളവനെ വില ഉള്ളൂ. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പൈസയും വേണം, വിലയും വേണം. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ വിഷമിച്ച് തന്നെ കുറേ നിമിഷങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര അതിനേക്കാൾ നിമിഷം അതിൻ്റെ അതേ പറ്റതാണ് നമ്മൾ
നമ്മളൊരു വീട്ടിലോട്ട് ക്ഷണിക്കുമ്പോൾ ആ വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഇലയെടുക്കാനും അതേമാതിരി അവിടെ ഫുഡ് പാത്രം കഴുകാനും അങ്ങനത്തെ ഒരു സ്റ്റേജായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇന്ന് ആ വീട്ടിൽ നമ്മൾ സെലിബ്രിറ്റി ആയിട്ടാണ് ക്ഷണിക്കണത്. അതായത് സെലിബ്രിറ്റി എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും സെലിബ്രിറ്റി എന്ന് ഞാൻ പറയൂല, ആ വീട്ടിലേക്ക് ഒരു അതിഥിയെ പോലെ വിളിക്കണത്. കാരണം അവിടെ അത്ര ദിവസം നമ്മൾ വിളമ്പി കൊടുത്തത് ഇലെടുത്ത ആളെ ആ വീട്ടിൽ ആദ്യം ഫോം വരുമ്പോൾ ന്യൂഫിൽ വരുമോ എന്നാലേ ഞങ്ങൾ വരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ പഠിച്ചോന്ന് തന്നെ അതായത് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് അതേ തോന്നിയിട്ടില്ല. കാരണം ഒന്നും അല്ലാത്തടത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിയെന്നുണ്ടെങ്കിൽ പൈസനേക്കാളും വലുത് എനിക്ക് തോന്നിയതാണ്. കാരണം ഉമ്മ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഒരുപാട് സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടിയ പേഴ്സണലുള്ള അനുഭവമാണ് കേട്ടോ. അതായത് നമുക്ക് ചെറുപ്പത്തിലേക്ക് നമുക്ക് ഏറ്റവും ഫീൽ ആവുന്നത് അതാവും. നമ്മളെ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു കുട്ടീനെ മാത്രം മാറ്റി നിർത്തുക അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റി നിർത്തുക പക്ഷെ നമുക്ക് നല്ല ഫീൽ ആവും. എവിടെ നിന്നാണെങ്കിലും എൻ്റെ മനസ്സിലത് നല്ലോണം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ എല്ലാം കൊണ്ട് ജീവിക്കണം. ഞാൻ മാത്രം ജീവിച്ചാൽ പോലെ ഇവരൊക്കെ അത് അനുഭവിച്ച ആളുകൾ ഇവരും അതേമാതിരി ആവണം എന്നുള്ള ചിന്തയാണ് ഇന്ന് ഈ നിലയിലെത്തിയിട്ടുള്ളതും. ഇനി നാളെ എന്താവുന്നൊന്നും അറിയില്ല. അപ്പോൾ പറയൂ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോണ്, ഞാൻ ഇപ്പോൾ ഈ ഫോൺ വാങ്ങിയിട്ട് ഈ ഫോൺ ഇന്നേ വരെ ഞാൻ മാറ്റിയിട്ടില്ല. കാരണം എനിക്ക് അടുത്ത ഫോൺ വാങ്ങാനോ അടുത്ത വണ്ടി വാങ്ങാനോ ഇപ്പം എനിക്ക് പൊങ്ങച്ചം കാണിച്ച് നടക്കാം, നമുക്ക് വരുമാനം വരികയാണ്. ഞാൻ ചെയ്തിട്ടില്ല. കാരണം നാളെ എനിക്ക് എന്താ സംഭവിക്കുക, ഈ യൂട്യൂബ് ഇതെല്ലാം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വേറെ വരുമാനമില്ല. കാരണം കൂലിപ്പണി എടുത്തിട്ട് ഒരു മനുഷ്യൻ എത്രത്തോളം നമ്മൾ ജീവിക്കും അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും പിന്നിലേക്ക് ഭയങ്കര പേടിയാണ് ജീവിതം മുന്നോട്ട് പോകാൻ. പക്ഷേ ഇവിടെ വരെ എത്തിയത് തന്നെ വളരെ വലിയൊരു കാര്യം. അതാണ് എൻ്റെ ലൈഫിന് കറക്റ്റ് പ്ലാനിങ് ഉണ്ട്. അത് ഇവൾക്ക് നന്നായിട്ടറിയാം. കാരണം അടുത്ത ഒന്ന് പൂർത്തിയാക്കിയതിന് ശേഷം അടുത്തതിലോട്ട് നിൽക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ചക്കരയുടെ മാരേജ് അത്യാവശ്യം ഒരു പെൺകുട്ടീനെ ഇറക്കി വിടണമെങ്കിൽ എത്ര ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സ്വർണ്ണം ആയാലും ഇപ്പൊ നല്ല വിലയാണ്. സ്വർണ്ണം ആയാലും എന്താണെങ്കിലും ഒരു പെൺകുട്ടീനെ നമ്മളൊരു കൈ പിടിച്ചിറക്കണമെങ്കിൽ ഒരു മാതാപിതാക്കളുടെ ജീവിതാഭിലാഷാണ്. എത്ര വർഷം അത് ഒരു കുട്ടീനെ ഇറക്കി വിട്ടാൽ പിന്നെ കടക്കാരാണ് അല്ലേ. പക്ഷെ ഈ പ്രായത്തില് എങ്ങനെയൊക്കെ കല്യാണം നടത്തി, ഇന്റെ കല്യാണത്തിനേക്കാളും ഗംഭീര കല്യാണമായിട്ടാണ് ഞാൻ നടത്തി കൊടുത്തത്. അത് ചോദിച്ചു നോക്കി അല്ലേ. ഇവളെ കല്യാണത്തിന് ഞാൻ കയ്യാട്ടാത്ത ആരുമില്ല. അതായത് അവളുടെ കല്യാണത്തിന്റെ ടൈമില് നീ ചെറിയ കുട്ടിയാണ്. അതെ ചെറിയ കുട്ടികളെ കല്യാണം 10 വർഷമായി. അപ്പൊ എനിക്കിപ്പോ 27 വയസ്സായി. അപ്പോൾ എനിക്കന്ന് 17 വയസ്സുള്ളൂ. എനിക്ക് കൂലിപ്പണിയാണല്ലേ. അപ്പോൾ എനിക്കതിലൊന്നും ചെയ്യാനില്ല. എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഇവിടെ കഞ്ഞി വെക്കാനുണ്ട്, അതും തികയിലില്ല. അപ്പൊ പിന്നെ അവളുടെ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിരിവ് കല്യാണം പോലെ, അതായത് എല്ലാവരും കല്യാണത്തിന് അന്ന് പൈസ വെച്ചിട്ടാണ് കല്യാണം കഴിക്കുക അല്ലേ. ഞാൻ ഇവളുടെ കല്യാണത്തിന് ഞാൻ പൈസ വാങ്ങിയിട്ടില്ല. അതായത് ഇന്ത്യ അടുത്ത് പഠിച്ചവൻ സഹായിച്ചിട്ട് അവൾ കല്യാണം കഴിപ്പിച്ചുകൂടെ ഉണ്ട്. പിന്നെ നമ്മൾ പൈസ വാങ്ങണമെന്ന് മോശം ഞാൻ വെച്ചിട്ടില്ല. ഓരോ മനുഷ്യനും ഓരോ സാഹചര്യം വരുമ്പോഴാണ് എന്താവുക അതിൽ പോവുക. അവളുടെ കല്യാണത്തിന് എനിക്ക് ആ സാഹചര്യം ഉണ്ടായിരുന്നു, നമുക്ക് വെക്കേണ്ട ആവശ്യം വന്നു. കാരണം അവളെ ഇറക്കി വിടണം. അപ്പോൾ ഇവളുടെ കല്യാണത്തിന് എനിക്ക് ആ സാഹചര്യം വന്നിട്ടില്ല. അതുകൊണ്ട് എന്താക്കിയില്ല, അതും ചെയ്തില്ല. പക്ഷെ ഞാൻ പക്ഷാഭേദം കാട്ടിയില്ല. ഓൾക്ക് എന്താണോ കൊടുത്തത് അതന്നെ മറ്റോൾക്കും കൊടുത്തിട്ടുള്ളൂ. കാരണം ഇവൾക്ക് അതായത് സ്ത്രീധനായിട്ടല്ല, ഇനി സ്ത്രീധനം എന്ന് പറഞ്ഞിട്ട് ആരും വരില്ല, സ്ത്രീധനായിട്ടല്ല. ഉമ്മയുടെ ഒരാഗ്രഹം, അതായത് ഉമ്മാടി മാപ്പാടി സ്ഥാനത്ത് നിന്നിട്ട് ഓളുടെ ആഗ്രഹം പോലെ ഞാനത് നടത്തി കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഇവൾക്കാണെങ്കിലും അവൾക്കാണെങ്കിലും ഒരേ മാതിരി കല്യാണം ഗംഭീരാക്കി. അന്നത്തെ കല്യാണം എനിക്ക് ഗംഭീരാക്കാൻ പറ്റിയില്ല, സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നില്ലേ. അതായത് അന്നത്തെ കല്യാണം എന്ന് വെച്ചാൽ അന്നത്തെ കല്യാണത്തിൽ അത് ഗംഭീരാണ്, എല്ലാ സൗകര്യത്തോടും ഈ ഇതേ മണ്ഡപത്തിൽ തന്നെയാണ് അല്ലെ, അതേ മണ്ഡപത്തിൽ തന്നെയാണ് കല്യാണം നടന്നിട്ടുള്ളത്. ഒക്കെ നല്ല രീതിക്ക് നടന്നു. നമ്മുടെ ലൈഫിൽ എന്ന് വെച്ചാൽ ഇതാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾക്ക് ഒടുവിലാണ് നമ്മളിപ്പോ ഈ പുഞ്ചിരിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ ഈ പറഞ്ഞ പോലെ പക്ഷെ വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്ത് ചെയ്താലും നല്ലതും ചീത്തതും പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെ എടുക്കുന്നത്? എനിക്ക് ഒന്നും എനിക്ക് കുഴപ്പമില്ല, ഇവർക്കല്ല പ്രശ്നം. ഇവര് ഭയങ്കര എനിക്ക് കുഴപ്പമില്ലാത്തത് എന്താണെന്നറിയോ, എനിക്ക് കുഴപ്പമില്ലാത്ത എന്താ വെച്ചാൽ ചുമതല മൊത്തം എന്റെ തലയിലാണ്. ഇവർക്ക് ഇന്നെ അതായത് എനിക്ക് കിട്ടാത്ത ആട്ടും തുപ്പൊന്നും വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. സ്കൂളിൽ വരെ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എന്റെ വൈഫ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ കളറുള്ള കുട്ടി എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റി, അതിന് പറയണ്ടല്ലോ. അതായത് ഞാൻ ഭയങ്കര കടത്തിട്ടായിരുന്നു, ഇപ്പോഴും അത് തന്നെയാണ്. നമ്മളെ വരെ അന്ന് വരെ ആ വിവേചനം എനിക്കുണ്ടായിരുന്നു. നമ്മൾ ഇന്നെ എടുത്താരും ഇരിക്കൂല. പിന്നെ ഒന്നാമത് നല്ല ഡ്രസ്സ് എനിക്ക് ഉണ്ടായിരുന്നു, കരച്ചിൽ വരും കേട്ടോ. അപ്പോൾ ഉമ്മ ഇവിടുന്നേലൊക്കെ പോയിട്ടൊരു യൂണിഫോം ഉമ്മ ഒരു യൂണിഫോം എനിക്ക് കൊടുത്തു. അതായത് ആ യൂണിഫോമിന് പോലും
എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ യൂണിഫോം ഇല്ലാതെ അപ്പോൾ വേറൊരു യൂണിഫോം എനിക്ക് ലൂസാവും, ചിലപ്പോൾ പോക്കറ്റ് കയറിയതാവും, അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കലും, കാരണം നമ്മൾ 7 ദിവസം സ്കൂളുള്ളത് 2 ദിവസം സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. ബാക്കി 4 ദിവസം ഞാനിവിടെ ഒറ്റല്ലേ ഏറ്റുക. അതിന് മുമ്പ് ഞാൻ ആദ്യം ചെയ്ത പണിയാണ് നമ്മുടെ ചെറുപ്പളശ്ശേരി മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരാൾ എന്താ പിന്നെ രാവിലെ പുലർച്ചെ 5 മണിക്ക് ഇന്നെ ചായക്കടയിൽ കൊണ്ടുപോകും. 8 മണിയാകുമ്പോഴേക്കും അവിടെ മാർക്കറ്റിൽ കൂടെ ഇങ്ങനെ ഗ്ലാസും പിടിച്ചിങ്ങനെ പോകണം. എന്നിട്ട് അവിടെ മീൻ ചന്തയിൽ അതേമാതിരി ഇറച്ചിക്കടയിലൊക്കെ ഈ ചായ ഗ്ലാസ് ഇങ്ങനെ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് 100 റുപ്യ തരിക, അന്നത്തെ പൈസ. ആ 100 റുപ്യ ഇങ്ങോട്ട് പിന്നെ അങ്ങോട്ട് നടന്നിട്ടാണ് പോക്ക്. അല്ല 5 മണിയുടെ ബസ്സിന് ഇപ്പം ഇവിടുന്ന് 5 മണിയുടെ ബസ് ഇവിടുന്ന് പച്ചക്കറിക്കാരുണ്ടാവും, അളപ്പം പോവുക. വരുമ്പോൾ ഞാൻ അവിടുന്ന് നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ഇവിടെ എത്തി ഇവിടുന്ന് ഞാൻ സ്കൂളിൽ പോകും. അങ്ങനെ സ്കൂളിൽ വൈകി എത്തിയിട്ട് അവസാനം ടീച്ചർമാർക്ക് ഈ ബുദ്ധിമുട്ടുകൾ അറിയില്ല. അവസാനം ടീച്ചർമാർ വിളിപ്പിച്ചപ്പോഴാണ് ചോദിച്ച് ഒന്നില്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വിട്ടോളി അല്ലെങ്കിൽ പണിക്ക് വിട്ടോളി, കാരണം ഞങ്ങളുടെ വിജയ ശതമാനം കുറയുമെന്ന് പറഞ്ഞു. 10ാം ക്ലാസ് ആയിരുന്നു. ഞങ്ങളുടെ സ്കൂളിനൊരു പേരുണ്ട്, ഞങ്ങൾ വിജയ ശതമാനം കുറയുമെന്ന് പറഞ്ഞു. അപ്പം ഉമ്മ പറഞ്ഞു അങ്ങനെ എന്നാൽ പഠിത്തം വേണ്ട. അങ്ങനെ 10ാം ക്ലാസ്സിൽ നിന്ന് എന്താക്കി, ഇവിടെ ശാന്ത ടീച്ചറോടെ ട്യൂഷന് ചേർത്തിന്നെ, ഇവിടെ ട്യൂഷന് ചേർത്തി എന്നാൽ ഇതാവുമല്ലോ വെച്ചിട്ട്. അങ്ങനെ പിന്നെയും പോയപ്പോൾ അവർ പറഞ്ഞു പരീക്ഷ എഴുതാൻ പറ്റില്ല കാരണം ഹാജർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താക്കി അതിൻ്റെ ഇടയിൽ എൻ്റെ കാല് അല്ല ഹാജർ ഇട്ടെന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാല് ഒടിഞ്ഞായിരുന്നു. അപ്പൊ മെഡിക്കൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മെഡിക്കലൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്ത് പരീക്ഷ എഴുതിയിട്ട് 2 A+ ഉണ്ടായിരുന്നു. അതായത് സ്കൂളിൽ പോവാതെ എനിക്കത് 2 A+ കിട്ടി, ഒരു D+ ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ അന്നൊക്കെ നല്ല ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ സാഹചര്യം അങ്ങനെ ആക്കിയില്ല. പക്ഷെ ഇന്നിപ്പോൾ പഠിച്ചവർക്ക് കിട്ടുന്ന റവന്യൂക്കാൾ കൂടുതൽ എനിക്ക് കിട്ടുമ്പോൾ അത് ചിലപ്പോൾ പഠിച്ചവന് അന്ന് അത്രയും ബുദ്ധിമുട്ടിച്ചതിന് തന്നതാവും. കാരണം ഇപ്പോൾ അന്ന് ഏറ്റവും നല്ല ഇപ്പോൾ ഡിഗ്രിയൊക്കെ പഠിച്ച ആളുടെ റവന്യൂ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അതിനെ അഹങ്കരിക്കല്ല, എനിക്ക് അഹങ്കരിക്കുക ഇഷ്ടമല്ല. നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹ് എൻ്റെ കല്യാണത്തിനൊക്കെ എനിക്ക് നല്ല ഒരു ബാധ്യതകളൊന്നും വന്നിട്ടില്ല. കാരണം യൂട്യൂബിൽ ആളുകൾ ഇഷ്ടപ്പെടുന്നു, വെറുത്തവർ ഇന്ന് ഇഷ്ടപ്പെടുന്നു. അന്ന് തള്ളി പറഞ്ഞ ആളുകൾ ഇന്ന് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. കാരണം ഇപ്പം അന്ന് എൻ്റെ ലൈഫിലെ ഒരു പ്രണയം അത് വേണ്ടല്ലോ, പണ്ടത്തെ എൻ്റെ ഒരു പ്രണയം പൊട്ടിയൊരു കഥ അവൾക്ക് അറിയാം. അതിപ്പോ നാട്ടുകാരെ പറയിപ്പിക്കണ്ടല്ലോ. അല്ല അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റെ ഇവിടുന്ന് ഒരു പയ്യൻ അതായത് എന്നും ഓനൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൻ്റെ ഒപ്പം ഇങ്ങനെ ഡ്രൈവിങ്ങിന് പോവും, പിന്നാലെ പോവും. അങ്ങനെ ഓൻ്റെ കൂടെ ഓന് ഹിന്ദു കുട്ടി, ഞാൻ മുസ്ലിം കുട്ടിയാണ്. അപ്പോൾ ഹിന്ദുക്കുട്ടിയുടെ ഒപ്പം ഒരു മുസ്ലിം കുട്ടിയും കൂടി ഉണ്ട്. അപ്പൊ ഇവൻ്റെ ഇപ്പം ഏതായാലും ഞാൻ പോവല്ലേ, ഇന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ച് നടക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ പെണ്ണിനോട് ഈ പറയും ഓളെയും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഇപ്പം പോയിട്ട് പറഞ്ഞേക്കണേ. അങ്ങനെ ഓളൊന്നും അക്സെപ്റ്റ് ഒന്നും ചെയ്തില്ല. അങ്ങനെ ഇവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഈ ഒരു പണി ഞാൻ ഓളെ വളച്ചത് കത്ത് കൊടുത്തിട്ടാണ് പറഞ്ഞത്. കത്ത് കൊടുത്തിട്ടാണ് വളച്ചത് എന്ന് പറഞ്ഞു. ഈ ഒരു കത്ത് ഉണ്ടാക്കി പറഞ്ഞു. അപ്പോൾ എനിക്ക് കത്ത് എഴുതാൻ വലിയൊരു ഐഡിയ ഇല്ല. എനിക്ക് ഇവിടുന്ന് തൃക്കടിയിൽ നിന്ന് എഴുതി തന്നാണ്, ഞാൻ ഓനെ കൊണ്ട് എഴുതിക്കാറുണ്ട്. അതിലിപ്പം കത്ത് എഴുതിയിട്ട് ഓൾക്ക് കൊടുത്തിക്കണേ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ട് പോകും, കത്ത് കൊടുത്ത് അതിൽ പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ട് പോകും. ഇത് കത്ത് എഴുതിയത് ഞാനല്ല. അങ്ങനെ കത്ത് കൊടുത്ത് പിറ്റേ ദിവസം ഞാനങ്ങോട്ട് പോകുമ്പോൾ പുറത്തുനിന്ന് കുട്ടികളും കുറേ കുട്ടികൾ എന്നെ നോക്കി ചിരിക്കന്നെ. ഈ കത്ത് വായിച്ചിട്ടാണ് എന്നെ നോക്കി. ബസ് സ്റ്റാൻഡിലൊക്കെ ഒരു കുട്ടി കടന്നിട്ടൊക്കെ ചിരിക്കണേ, ഇത് എന്താ ഇത് നോക്കി ചിരിക്കണേ. അപ്പം ഞാൻ അങ്ങനെ വന്നിട്ട് ഇതിപ്പോൾ എന്താ ചിരിക്കണേ. അങ്ങനെ ഇവരപ്പോൾ ഞാൻ പിന്നെയും പോയി. അതിലൊരു കുട്ടി കത്ത് അടിപൊളിയായിട്ട് പറഞ്ഞു. വേറെ എനിക്കറിയാത്തൊരു കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് അന്ന് ഫുള്ള് ഫേമസ് ആയി, കത്ത് അടിപൊളിയായിട്ട് പറഞ്ഞു. അതിലിങ്ങനെ വന്നിട്ട് ഇവളെന്താ കാട്ടണേ, ഈ കത്ത് ഇവൾക്ക് ചിരി അടക്കാൻ പറ്റാതായപ്പോൾ അമ്മാരുടെ എഴുത്ത് അതിലുള്ള ചിരി അടക്കാൻ പറ്റാതായപ്പോൾ ഈ കത്ത് 4 പേരുള്ള കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കണേ. ഇതാ സ്കൂൾ മൊത്തം പരന്നേക്കണേ. എനിക്ക് ഈ കത്തിൽ എന്താണുള്ളതെന്ന് എനിക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ പിന്നെ ഓളെ നോക്കിയിട്ടില്ല. അതിൽ കത്ത് എഴുതിക്കത് ഈ പാലാണെങ്കിൽ അതിൽ അണ്ടിപ്പരിപ്പ മുന്തിരിയ ഞാൻ പിന്നെ ഒരു ചെറുക്കാരിക്കോ. അപ്പം അങ്ങനെ എന്നിട്ട് ഞാൻ അവളോട് പോയി പറഞ്ഞു, ഞാൻ അപ്പം എന്നോട് ഇഷ്ടം പറഞ്ഞു, എനിക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോലെ ഇങ്ങനെ നാട്ടിക്കണോ ചോദിച്ചിട്ട് ഞാൻ ആ കത്ത് അവിടെ കൂടിയിട്ട് അന്നത്തോടെ പ്രണയം നിർത്തി. ചിലപ്പോൾ ഇതിപ്പോ കാണുന്നുണ്ടാവും. പ്രശ്നം പ്രശ്നമുണ്ടാവും. ഉമ്മ പറയണ ഒന്ന് പറഞ്ഞാൽ മതി, ഇന്ന് ബാക്കി പറയണ്ടാന്ന്. അത് എനിക്ക് തോന്നുന്നു അന്ന് ചിലപ്പോ നമ്മുടെ ആ കോല അങ്ങനെ കൊണ്ട് ഓള് നമ്മളെ പറ്റാതിരുന്നുണ്ടാവുക. കരുതല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ തോട്ടിലൂടെ ഒരു മീൻ ഉണ്ടാവും, തവളപ്പാറ കരുതല. അത് കണ്ണന്റെ വേറൊരു വേർഷൻ, നമ്മളെ വരാലിന്റെ വേറൊരു വേർഷനാണ്. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കരുതല എന്നുള്ളത്.
ഞാൻ സിനിമയുടെ പേര് പറയും, അപ്പൊ ഒരാൾ ഇവിടെ വന്ന് ഇരുന്നിട്ട് തന്റെ മടിയിലോ എന്റെ മടിയിലല്ല, ഇവിടെ ഇരുന്നിട്ട് കാരണം ഞാൻ മടിയില് മടിയിലിരിക്കണ്ട. ഞാനിവിടെ നിന്ന് എണീക്കും, അപ്പൊ ഈ കസേരയിൽ ഇരിക്കാം. ഓക്കെ, എന്നിട്ട് ഞാനൊരു സിനിമ പേര് പറയും. ഓക്കെ, അപ്പം ഞാൻ സിനിമ പേര് തരും, അത് അഭിനയിച്ച് അവിടെ ഇരിക്കുന്ന ഇവരെ കൊണ്ട് പറയിപ്പിക്കണം. അത്രേ ഉള്ളൂ. ആദ്യം ആരാ വരുന്നേ? നമുക്കൊരു ഗെയിം കൊടുത്തില്ലേ, നമുക്കത് അറിയില്ല എന്ന് പറഞ്ഞു. ആദ്യം ഇവിടെ പോയിക്കോട്ടെ. പടം അറിയോ? അറിയോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. കണ്ടിട്ടില്ലേ? കുഴപ്പമില്ല, പറയാ. എന്നാ വേറെ വേണോ? എന്നാ വേറെ തരാം. സിമ്പിൾ ആയത് കുടിക്കും. പറ്റോ? ഓക്കെ. പ്രശ്നമില്ലല്ലോ. ഞാൻ ഇതിനേക്കാൾ മുട്ടതാ, പേടിക്കടാ. തുടങ്ങട്ടെ തുടങ്ങട്ടെ. ഇപ്പൊ പറയും നിങ്ങള് എന്താണെന്ന് എന്റെ പറയട്ടോ. ഞാനുള്ളപ്പോഴൊന്നും ആകട്ടെ. നടനെ വേണമെങ്കിൽ ആക്ഷൻ കാണിച്ച് പറഞ്ഞോ. ഇനി മിണ്ടരുത് കേട്ടോ, ഗെയിം തുടങ്ങിയ മിണ്ടരുത്. നടൻ നീച്ചിക്കാൻ പറ്റില്ല. ഇരുന്ന് കാണിച്ചോ. ഇരുന്ന് വെച്ചോ. അങ്ങനെയുള്ള നടനാരാ? മോഹൻലാൽ. ഓക്കെ. കാക്ക പറ, ഉമ്മാക്കും പങ്കെടുക്കാം. ഇങ്ങനെ ആക്കുന്ന ആരാ? കാക്കേ തത്ത വേറെ പേരുകളൊന്നും പറയ്. ഫുൾ ആക്ഷൻ കാണിക്കൂ, എന്നാലേ കോട്ടി വികസിപ്പിക്കാൻ പറ്റുള്ളൂ. മയില്. കുയില്. കുയില് ഉമ്മ ആലോചിക്കുന്നു. ഇങ്ങനെ നടക്കുന്നത് കിളിയല്ലേ? മനസ്സിലായോ? കിളി. ചുണ്ട്. കിടിച്ചുണ്ടൻ മാമ്പഴ. ആദ്യമായിട്ട് ഉമ്മാനെ ഈ സിനിമക്ക് ഒരു ആദ്യമായിട്ട് ഉമ്മാനെ ഉപ്പ കൊണ്ടായ സിനിമയാണ്. ആദ്യമായിട്ട് കണ്ട സിനിമ നിങ്ങളാണ് ശരിക്കും പറയണ്ടേ. ഞാൻ കഴിച്ചിട്ടേ. പറഞ്ഞോ, കഥ പറ. എപ്പോഴായിരുന്നു? അയ്യോ, എപ്പോഴായിരുന്നു? അത് പിന്നെ ചക്കര കുട്ടീനായിരുന്നു, വലിയ ഉണ്ടാക്കുന്നായിരുന്നു. ചക്കരേനായിട്ട് പോയി. ചക്കര ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് ഒലപ്പം കൊണ്ടുപോയതാ ഞങ്ങളെ. കല്യാണം കഴിഞ്ഞപ്പോ. ഓക്കെ. ഹസ്ബൻഡും വൈഫും കൂടി ഒറ്റക്ക് പോയി കണ്ടത്? ഒറ്റക്കൊന്നല്ല, ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. തിയേറ്ററിൽ പോയി കണ്ടോ മേഡം? അടുത്തത് പോയിക്കോ. അടുത്തത് ആരാ വരുന്നേ? പോയിക്കോ പോയിക്കോ. ഞാൻ ഏതായാലും കഴിച്ചിട്ടേ. എന്താ ഒരു മിനിറ്റ് വേറെ കാണിച്ചിരുന്ന ആക്ഷൻ എങ്ങനെ കാണിക്കുന്നല്ല ആലോചിക്കുന്നത്. മുകളില് മച്ച്. അല്ല. ഓട്. ചൂട്. ഓട്. ഓട്. ആകാശം. നക്ഷത്രം. ചന്ദ്രൻ. സൂര്യൻ. ഉമ്മ പറ. മുകളിലോ? മുകളിൽ എന്താ? ദൈവം. സൗരയൂഥം. കൈയിന്റെ ആക്ഷൻ ആണോ? ഒന്നോ? മുകളിൽ നടന്റെ പേര് അങ്ങനെ എന്തെങ്കിലും പറയാം. എന്നാ നടനെ കാണിക്കും. നല്ല തോന്നുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ? മേലെ മേലെ ഭക്ത്. മേലെ പറമ്പിലാണ് വീട്. മേലെ പറമ്പിലാണ് വീട്. കഴിച്ചില്ലേ? പക്ഷെ ആദ്യം പുള്ളിക്കാരി പറഞ്ഞു മേലെ. മേലെ കണ്ടപ്പോഴേക്ക് മനസ്സിലായി. ആദ്യം തന്നെ പറഞ്ഞു മേലെ, അപ്പൊ ഞാൻ പറഞ്ഞു ലോഡ്. അടുത്തത് ഈസി അല്ലേ? പക്ഷെ ഇവര് പറയണം. അത് എല്ലാവർക്കും ഫേമസ് അല്ലേ? മാങ്ങപ്പറി ചടികുത്ത്. ചാന്തോത്ത്. ചാന്തോട്ട്. ഈസി ആയിട്ട് കണ്ടുപിടിച്ചില്ലേ? സിനിമയുടെ പേര് ആക്ഷനാണ് അതിന്. കൊള്ളാം, സൂപ്പർ, നന്നായിട്ട് കളിച്ചു. കുറച്ചുകൂടി ടഫ് കൊടുക്കായിരുന്നു. ഞാൻ വിചാരിച്ചില്ല അത് ഈ സാധനം കാണിക്കുന്നു. അത്
ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കണ്ടായിരുന്നു അല്ലേ? ആ ഞാൻ വിചാരിച്ചു ചാന്ത് പൊട്ടൊക്കെ വെച്ച് ട്രെൻഡ് ഇങ്ങനെയല്ലേ? ആ ഉമ്മ പറഞ്ഞെടുക്കട്ടെ ഒരു സാധനം അല്ലല്ല ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഒരു പടം ഉമ്മക്ക് അറിയുന്ന ഒരു പടം പറ. അറിയണ ഒരു സിനിമ ഒരു പടം ഉമ്മ, ഇവിടെ ഇരിക്കും ഉമ്മ കണ്ടൊരു ആക്ഷൻ പടം കാണിച്ചാൽ മതി കേട്ടോ. അതുകൊണ്ട് പറഞ്ഞു എടുത്തിട്ടോ ആക്ഷൻ കാണിച്ചാൽ മതി. മിണ്ടട്ടോ ആക്ഷൻ മാത്രമേ വരാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങളൊരു action ഒന്നുകൂടി വെച്ചിട്ട് പറയണോ? action കാണിക്ക്. ഒന്നുകൂടി പറഞ്ഞോ? അങ്ങനെ ആ ഇനി അതങ്ങനെ കാണിച്ചു ആക്ഷൻ കാണിച്ച അത് ഞാൻ കാണിച്ചത് ഓക്കെ ആ രണ്ടെണ്ണം കാണിച്ചാൽ മതി വാ. ഇതെന്താ സൂര്യനോ? സൂര്യൻ വാ, ഇത് വരെ. ഞാനിവിടെ ഇരുന്നില്ല അപ്പൊ തന്നെ സൂര്യനും ചന്ദ്രനൊക്കെ കാണിക്കുന്നു ആണ് ഈ നോക്കട്ടെ. അത് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ആ സിനിമയുടെ പേര് പറയുന്നവിടെ അവിടെ ഇരിക്കും. സൂര്യന്റെ പുത്രൻ. ഇതുവരെ നടക്കുമ്പോവില്ല സൂര്യന്റെ പുത്രൻ. ഞാൻ കൊടുത്തത് സൂര്യപുത്രനാണ് അത് സൂര്യന്റെ പുത്രൻ. അപ്പൊ ഞാൻ ആ ഉത്തരം കിട്ടില്ലായിരുന്നു. സൂര്യന്റെ പുത്രം എവിടെ കിട്ടാ? ഗെയിം എന്തായാലും സൂപ്പർ ആയിട്ട് കളിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചതാരോ നിങ്ങൾ തന്നെ പറ സോഫി. ഒറ്റടിക്ക് പറഞ്ഞില്ലേ ഒറ്റടിക്ക് ആ, ആ. അത് ഭയങ്കര ട്രിക്കായിരുന്നു കേട്ടോ സൂപ്പർ സൂര്യപുത്രൻ ഞാൻ എപ്പോഴും എല്ലാ സിനിമയും കാണുന്ന ഒരാളാണ്. ആണോ ഞാൻ തമിഴിലാണെങ്കിൽ കൂടെ ഞാൻ റിലീസായി അന്ന് ഞാൻ കാണുന്ന സിനിമ. ആ